ആധുനിക ടെക്നോളജിയിൽ പടുത്തുയർത്തിയ ബുർജ് ഖലീഫയും ഈഫൽ ടവറുമൊക്കെ കണ്ട് നെടുവീർപ്പിടുന്ന നമ്മൾ എപ്പോഴെങ്കിലും സ്വന്തം രാജ്യത്തിലെ ഈ അത്ഭുത നിർമ്മിതിയെക്കുറിച്ചോർത്ത് അഭിമാനം കൊണ്ടിട്ടുണ്ടോ? ഖലീഫമാരും ഇസ്ലാം മതവും ഉണ്ടാകുന്നതിന് 1000 വർഷം മുമ്പ്, ക്രിസ്തുവിനും 300 വർഷം മുമ്പ്, അതെ 2300 വർഷം മുമ്പ് 210 അടി ഉയരത്തിൽ ഈ വിസ്മയഗോപുരം പടുത്തുയർത്തിയ നമ്മുടെ പൂർവികന്മാരെക്കുറിച്ച് ഓർക്കുമ്പോൾ അന്തരംഗം അഭിമാനപൂരിതമാകുന്നു. ഒരു ആധുനിക നിർമ്മിതിക്കുമില്ലാത്ത നിർമ്മാണ വാറണ്ടി, ആയിരക്കണക്കിന് വർഷം ഈട് നിൽക്കുമെന്ന നിർമ്മാതാവിന്റെ ഉറപ്പ്, ലോകത്ത് നിർമ്മിച്ചിട്ടുള്ള അമ്പര ചുംബികളിൽ വച്ച് സങ്കീർണമായ സാങ്കേതിക വിദ്യ, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര ഇടനാഴി, ആകൃതിയിലും അകലത്തിലും അണുപോലും വ്യത്യാസമില്ലാത്ത തൂണുകൾ, നിർമ്മാണത്തിലെ സങ്കീർണത കൊണ്ട് ശ്രദ്ധ നേടിയ 1000 കാൽ മണ്ഡപം, എഞ്ചിനീയറിംഗ് വിസ്മയമായ സപ്തസ്വരം പുറപ്പെടുവിക്കുന്ന തൂണുകൾ, ലോകത്തിലെ പ്രാചീന മഴവെള്ള സംഭരണ സംവിധാനങ്ങളിൽ ഒന്ന്. അതെ, ആധുനികതയെ വെല്ലുന്ന ഒരു സാങ്കേതിക വിദ്യ ഈ നാട്ടിലുണ്ടായിരുന്നു. വരൂ, ഭാരതത്തിന്റെ അഭിമാനമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നോക്കാം. (2300 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BC 300-ൽ ദക്ഷിണ ഭാരതം വാണിരുന്ന കുലശേഖര പാണ്ഡ്യൻ എന്ന പാണ്ഡ്യരാജാവ് സ്ഥാപിച്ച ശിവപ്രതിഷ്ഠയാണ് മീനാക്ഷി ക്ഷേത്രത്തിലെ മൂലപ്രതിഷ്ഠ. സുന്ദരേശ്വരൻ എന്ന പേരിലാണ് പരമശിവൻ ഇവിടെ ആരാധിക്കപ്പെടുന്നത്. പിന്നീട് കുലശേഖര പാണ്ഡ്യന്റെ പുത്രൻ മലയധ്വജ പാണ്ഡ്യൻ രാജാവാകുകയും അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടാകാത്തത് പാണ്ഡ്യവംശത്തെ മുഴുവനും പരിഭ്രമത്തിലാക്കുകയും ചെയ്തു. പല വൈദ്യന്മാർ വന്നു ചികിത്സിച്ചിട്ടും, ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ആരാധനകൾ നടത്തി പ്രാർത്ഥിച്ചിട്ടും പാണ്ഡ്യരാജ്ഞി കാഞ്ചനമാല ഗർഭം ധരിക്കാതിരുന്നത് പാണ്ഡ്യവംശത്തിന് അനന്തരാവകാശികളില്ലാതെ പോകുമെന്ന ഭയം വിതച്ചു. അങ്ങനെയിരിക്കെ വഴിയിൽ നിന്നൊരു പെൺകുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും മീൻ പോലെ അഴകുള്ള അവളുടെ കണ്ണുകളും മന്ദഹാസവും കണ്ട് രാജാവ് ആകൃഷ്ടനായി മീനാക്ഷി എന്ന് പേരിട്ട് വളർത്തുകയും ചെയ്തു. ഇന്നും മധുരാ നഗരത്തിന്റെ കണ്ണുകളായി മീനാക്ഷി നിലകൊള്ളുന്നു. അതുകൊണ്ടു തന്നെ മധുര തൂങ്കാ നഗരം എന്നും വിളിക്കപ്പെടുന്നു. എന്നാൽ കുഞ്ഞുങ്ങളില്ലാത്ത രാജാവ് യാഗം നടത്തുകയും യാഗാഗ്നിയിൽ നിന്ന് 3 മുലക്കണ്ണുള്ള ഒരു പെൺകുഞ്ഞുയർന്നു വരികയും ചെയ്തു എന്ന് മറ്റൊരു ഐതിഹ്യ കഥയുണ്ട്. ഈ കുഞ്ഞാണ് പാണ്ഡ്യവംശം ഭരിക്കാൻ പോകുന്നതെന്നും ഇവളെ ആൺകുട്ടികളെപ്പോലെ വളർത്തണമെന്ന് അശരീരി കേൾക്കുകയും ചെയ്തു അത്രേ. തന്റെ മകളെ സകല ആയുധവിദ്യകളും അഭ്യസിപ്പിച്ച് തികഞ്ഞ പോരാളിയായി തന്നെയാണ് പാണ്ഡ്യരാജാവ് വളർത്തിയത്. ഭാരത ചരിത്രത്തിൽ ആദ്യമായി രാജ്യം ഭരിച്ച പെണ്ണാണ് മീനാക്ഷി. BC 300-കളിലെ സംഘ തമിഴ് സാഹിത്യങ്ങളിൽ മധുര മീനാക്ഷി ക്ഷേത്രവും മീനാക്ഷി എന്ന ധീര വനിതയും അവളുടെ വീരവും നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പോരിനുപയോഗിച്ച ആനയുടെ കൊമ്പിൽ ദേവി തന്റെ ശത്രുക്കളെ കോർത്തിട്ടു എന്ന് തിരുജ്ഞാന സംബന്ധർ തന്റെ തിരുപ്പാവൈ പതികത്തിൽ ദേവിയുടെ വീരത്തെ വർണ്ണിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ ഭരണകാലത്താണ് തന്റെ മുത്തശ്ശൻ നിർമ്മിച്ച മധുര ക്ഷേത്രത്തെ ലോകത്തെ ഏറ്റവും മികച്ച ക്ഷേത്രമായി വിപുലീകരിച്ചത്. എന്നാൽ മീനാക്ഷിയെ തന്നെ പാർവതി ദേവിയുടെ അവതാരമായി കണ്ട ജനങ്ങൾ സുന്ദരേശ്വര പ്രതിഷ്ഠയ്ക്കടുത്തു തന്നെ മീനാക്ഷിയുടെ പ്രതിഷ്ഠയുണ്ടാക്കി.